പ്രസവ സമയത്ത് ഇത് കഴിക്കരുത്, അത് കഴിക്കരുത്, ഇത്ര ഇടവിട്ട് കഴിക്കണം, അങ്ങനെ. ശരിക്കും ഒരാൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് അന്ന് വരെയുള്ള ജീവിതത്തിൽ നിന്നും അയാളുടെ ഭക്ഷണ രീതികളിൽ നിന്നും കംപ്ലീറ്റ് ഒരു യൂ ടേൺ എടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയില്ല. നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്ന ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർലി കുക്ക് ചെയ്യാത്ത മീറ്റ്, ഫിഷ് അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. പിന്നെ ഫിഷ് മെർക്കുറി കണ്ടന്റ് കൂടിയ ഫിഷ്, അതായത് നമ്മുടെ അയല, ചൂര അങ്ങനത്തെയുള്ള ഫിഷൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള മെർക്കുറി കണ്ടന്റ് ഹൈ ആയിട്ടുള്ള ഫിഷിന്റെ കൺസംഷൻ നമ്മൾ കുറയ്ക്കണം. അതും ഒരു മിനിമൽ എമൗണ്ട് നമ്മൾ എടുത്തു എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പപ്പായ ആൻഡ് പൈനാപ്പിൾ, പ്രത്യേകിച്ച് റോ പപ്പായ ആൻഡ് റോ പൈനാപ്പിൾ ആണ് പറയുന്നത്. ഈ റോ പപ്പായയിൽ റോ പൈനാപ്പിളിൽ ഒരു എൻസൈം ഉണ്ട്. ആ ഒരു എൻസൈം നമുക്ക് പ്രീ ടേം ആയിട്ട് യൂട്രസിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും, കോൺട്രാക്ഷൻസ് വരികയും അത് ഒരു പ്രീ ടേം ലേബറിലോട്ടോ അല്ലെങ്കിൽ ഒരു മിസ്കാരേജിലോട്ടോ ഒക്കെ പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അത് നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പഴുത്തിട്ടുള്ള റൈപ്പായിട്ടുള്ള പപ്പായയോ പൈനാപ്പിളോ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പ്രഗ്നൻസിയിൽ പിന്നെ നമ്മൾ എന്ത് ഫുഡ് എടുത്താലും വളരെ മോഡറേറ്റ് ക്വാണ്ടിറ്റിയിൽ മാത്രം കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആണ് പ്രഗ്നൻസിയിൽ അഡ്വൈസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 3 നേരം കഴിക്കുന്നത് 6 നേരമാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോട്ടീൻ നന്നായിട്ട് എടുക്കണം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ, ഫൈബേഴ്സ് ഒക്കെ നന്നായിട്ട് ആവശ്യമുണ്ട്. അപ്പം പിന്നെ ഫ്രൂട്ട്സിലൊക്കെ ആണെങ്കിൽ ആന്റി ഓക്സിഡൻസ് ഒക്കെ വളരെ ധാരാളം കൂടുതലാണ്.